ഇവിടെ നമ്മളിപ്പം ചെയ്യുന്ന വീഡിയോ എന്താ വെച്ചാൽ സെയിൽസ് റിട്ടേൺ ഗുഡ്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഒരു മെറ്റീരിയൽ മാർക്കറ്റിൽ പോയി എന്നിട്ട് അത് തിരിച്ചു വരികയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള. അപ്പോൾ ആദ്യം ഇൻവെൻട്രി പോവുക, പ്രൊഡക്ട്സ് പോവുക, ലോട്ട്സ് സീരിയൽ നമ്പറിൽ പോവുക. അനീഷോ അല്ലെങ്കിൽ ഷർഫോ ഷെയർ ചെയ്യും ഏതാണ് നമ്മൾ വിറ്റുപോയ ഐറ്റം, ഏതാണ് റീപ്ലേസ് ചെയ്ത ഐറ്റം. അപ്പോൾ നമ്മൾ വിറ്റുപോയ ഐറ്റം ഇവിടെ 11,616 ആർക്ക് DC 200p ആണ്. അപ്പോൾ ഇവിടെ പോവുക, കസ്റ്റമേഴ്സിൽ കയറുക. കസ്റ്റമേഴ്സ് കയറിയതിന് ശേഷം ആ ഐറ്റം എടുക്കുക. അതിൽ സെയിൽസ് ഉണ്ടാവും, സെയിൽസ് ക്ലിക്ക് ചെയ്യുക. സെയിൽസിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവോയ്സ്, സെയിൽസ് ഓർഡർ കാണാം. അതിൽ പോയി കഴിഞ്ഞാൽ ഡെലിവറി കാണാം. ഡെലിവറീൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേൺ എന്ന് പറഞ്ഞൊരു ഐറ്റം കാണാം. റിട്ടേൺ അടിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഫേസ് ഐ ഒഴിവാക്കുക, പിന്നെ RDFM ഒഴിവാക്കുക, 200 SFI ഒഴിവാക്കുക. ഇതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇത് എത്ര ക്വാണ്ടിറ്റി ആണെന്നാണ് ചോദിക്കുന്നത്. ഒരു ക്വാണ്ടിറ്റിയാണ് റിട്ടേൺ വന്നത്. അപ്പോൾ ഇത് റിട്ടേൺ ആക്കുന്ന മാത്രമല്ല, ഇത് റിട്ടേൺ ഫോർ എക്സ്ചേഞ്ചും കൂടിയാണ്. റിട്ടേൺ ഫോർ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു മെറ്റീരിയൽ പകരം കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക വെച്ചാൽ റിട്ടേൺ ഫോർ എക്സ്ചേഞ്ച് അടിക്കുക. അപ്പോൾ അവർ ചോദിക്കുക റിട്ടേൺ ചെയ്തിട്ടുള്ള സാധനത്തിൻ്റെ ഡീറ്റെയിൽ ആണ് ചോദിക്കുന്നത്. ആ റിട്ടേൺ ചെയ്തിട്ടുള്ള സാധനം 616 അപ്പോൾ അത് ഇവിടെ എടുത്തിട്ട് 616 അടിക്കുക, റിട്ടേൺ ചെയ്യപ്പെടുന്ന ഐറ്റം. ഓക്കെ, ഇത് തിരിച്ചങ്ങോട്ടേക്ക് വരുന്ന ആർക്കോൺ സ്റ്റോക്കിലേക്കല്ല, പകരം ആർക്കോണിൻ്റെ RMAയിലേക്കാണ് ഇത് പോകാൻ പോകുന്നത്. കാരണം ഇതെന്താണ്, ഫോൾട്ടിയാണ്. സ്റ്റോർ ടു അത് ഇവിടെ അല്ല ചെയ്യുക, ഒരു മിനിറ്റ്. അത് ചെയ്യേണ്ട എവിടെയാണ്, ഡെസ്റ്റിനേഷൻ ലൊക്കേഷൻ ആർക്കോൺ RMA അടിക്കുക. അതായത് തിരിച്ചു വരുന്നത് ആർക്കോൺ RMAയിൽ റിസീവ് ചെയ്യുന്ന മാതിരി കാണിക്കുക. അതിൻ്റെ ഐറ്റം നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 615 പകരം 616 ഇടുക, 616. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് റിട്ടേൺ ടു ആർക്കോണിൻ്റെ ഇതിലേക്ക് കയറി എന്നിട്ട് ഇത് സേവ് ചെയ്യാം. ഓക്കെ, ചെയ്യുമ്പോൾ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഐറ്റം എന്തായി, റിട്ടേൺ ആയി മാറി. ഓക്കെ, ഇതിങ്ങനെ ചെയ്ത് കഴിയുന്നതോടുകൂടി എന്തിലേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് സെയിൽസ് ഓർഡറിലേക്ക് പോവാം. സെയിൽസ് ഓർഡറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ പുതിയതായിട്ട് ഒരു ഐറ്റം, ഡെലിവറീസിൽ പുതിയതായിട്ട് ഒരു ഐറ്റം വന്നിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് പാർട്ട്ണർ കസ്റ്റമറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റമാണ്. അത് ക്ലിക്ക് ചെയ്യുക. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം DC 200p വന്നിട്ടുണ്ട്. അപ്പോൾ സീരിയൽ നമ്പർ കറക്റ്റ് ആക്കാൻ വേണ്ടി ഇവിടെ പോവുക. അപ്പോൾ നോക്കുക, ഈ കേസിൽ സീരിയൽ നമ്പർ 11,623 തന്നെയാണ്. അപ്പോൾ നമ്മൾ സേവ് അടിക്കുക. എന്നിട്ട് നമ്മൾ ഇതെന്ത് ചെയ്യുക, വാലിഡേറ്റ് ചെയ്യുക. അതോടുകൂടി ഈ നമ്പറായി നമ്മൾ ആ ഇൻവോയ്സിലേക്ക്, അതായത് അവർക്ക് കൊടുത്തിട്ടുള്ള ഐറ്റത്തിലേക്ക് ഈ നമ്പറായി മാറും. ഓക്കെ, മറ്റേത് നമ്മൾ RMAയിലേക്കും വരും. അപ്പോൾ ഇതാണ് എൻ്റെ പ്രൊസീജിയർ കേട്ടോ.